24 കൊല്ലം റിപ്പോർട്ടർ ആർ അരുൺരാജിനെ ആക്രമിച്ച കേസിലെ പ്രതി ജോണിക്കെതിരെ പോലീസ് കേസെടുത്തു. വീട്ടിൽ കയറി വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് എഫ്ഐആർ. സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് പത്രപ്രവർത്തക യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. AV ജയശങ്കർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ജയശങ്കർ, ഈ കൃത്യനിർവഹണത്തിനിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കുകയായിരുന്നു അരുൺ. വലിയ പ്രതിഷേധം ഈ ഭാഗത്തു നിന്നുണ്ട്. ഈ പോലീസ് നടപടികൾ ഏത് രീതിയിലാണ് പോകുന്നത്? AV ജയശങ്കർ, ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്ക് ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. റിപ്പോർട്ടർ 24-ന്റെ കൊല്ലത്തെ റിപ്പോർട്ടർ ആർ അരുൺരാജിനെ ഇന്നലെ വൈകിട്ടാണ് ഒരാൾ ആക്രമിച്ചത്. ലൈവ് റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. പ്രതി ജോണിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വീട്ടിൽ കയറി വെട്ടും എന്ന് ഭീഷണിപ്പെടുത്തും എന്നാണ് FIR ഉള്ളത്. ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, കേൾക്കാമെങ്കിൽ ഈ പോലീസ് നടപടി ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? അരുൺരാജിനെതിരെ ഉണ്ടായ അതിക്രമത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇന്നലെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഓഫീസിനെ അടുത്ത് വെച്ച് ആക്രമിച്ച ജോണിക്കെതിരെ പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. IPC 294B, 341, 447, 506 വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. പൊതുസ്ഥലത്ത് ആക്രമിക്കൽ, അസഭ്യം പറയൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇയാളെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. ഈ FIR-ൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇയാൾക്കെതിരെയുള്ളത്. വീട്ടിൽ കയറി വെട്ടുമെന്നുൾപ്പെടെയുള്ള ഭീഷണി നടത്തിയെന്ന FIR-ൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കർശന നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ പത്രപ്രവർത്തക യൂണിയന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി വിഷയത്തിൽ കർശന നടപടി വേണമെന്ന കഴിഞ്ഞ ദിവസം തന്നെ പ്രസ്താവന ഇറക്കിയിരുന്നു. അത്തരത്തിൽ മാധ്യമപ്രവർത്തകരുടെ തൊഴിൽ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഇത്തരം പ്രവർത്തികൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് തന്നെയാണ് പൊതു നിലപാട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും പോലീസിന്റെ നടപടികൾ തുടരുകയാണ്. ഇന്ന് തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. സ്മിത, ശരി. വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. പത്രപ്രവർത്തക യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നത് കർശനമായ നടപടി ഉടൻ തന്നെ ഉണ്ടാകണമെന്നുള്ള രീതിയിലാണ്. പോലീസ് ഇക്കാര്യത്തിൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയായിരുന്നു.